അത് സിനിമ വർക്ക് ആവാത്തോണ്ട് ഓഡിയൻസ് ഉറപ്പായിട്ടും വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ്. ശരിക്കും നമ്മൾ റീലിനകത്ത് കണ്ടത് ദിലീപേട്ടനുമായിട്ട് ആദ്യ സിനിമയുടെ എക്സ്പീരിയൻസുമായിട്ട് ദിലീപേട്ടനെ അനുഗ്രഹം വിളിക്കാൻ റീലിൽ കണ്ടായിരുന്നു. ദിലീപേട്ടൻ അങ്ങനെയാണോ? അതെ അതെ, തീർച്ചയായിട്ടും ആണ്. കുഞ്ഞിലെ ഞാൻ ഡൈ ഹാർട്ട് മീശമാധവൻ ഫാനാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ, കാരണം ഇതിന്റെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാന്ന് തോന്നി. അപ്പൊ ഡാൻസിലായാലും ശരി ഒരു ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ള ആളാന്ന് തോന്നി. എങ്ങനെ ഉണ്ടായിരുന്നു യു കെ ഒക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യങ്ങളുള്ള ഒരു കാര്യമാണ് യു കെ ഒക്കെ. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ആയിക്കോട്ടെ, ഷൂട്ട് കഴിഞ്ഞുള്ള പ്രൊമോഷൻസ് ആയിക്കോട്ടെ, ഞാൻ ആ എനർജറ്റിക് ആയിട്ട് നിന്നതും ഒക്കെ അതിനോട് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് കൂടെയാണ്. പിന്നെ ഡാൻസർ ആയതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഞാൻ അപ്പം ഡാൻസ് കളിക്കും. പിന്നെ അതെ, അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. പടം ഇറങ്ങി അത് ഓഡിയൻസ് സ്വീകരിക്കുന്ന വരെ ഉണ്ടാവും. പലപ്പോഴും ദിലീപേട്ടൻ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഒരു ഫാൻ ഗേൾ എന്നുള്ള ലെവലിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഈ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ആരെയും അങ്ങനെ സിനിമകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ സിനിമകൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അത് സിനിമ വർക്ക് ആവാത്തോണ്ട് ഓഡിയൻസ് ഉറപ്പായിട്ടും വിമർശിക്കും. അപ്പം അത് ദിലീപേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരും എന്നുള്ളത്, തിരിച്ചു വരാൻ നിങ്ങൾ പോയിട്ടില്ല. പക്ഷെ എന്നാലും ദിലീപേട്ടൻ ഇനിയും ഇതേപോലെ കലക്കിക്കൊണ്ടിരിക്കും എന്ന് അറിയാം. അല്ലെ, പുള്ളിക്കാരന്റെ സിനിമകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അത് ഓഡിയൻസ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ്. കണ്ടു. അതെ, പോയില്ലല്ലോ. അതോടെ പറഞ്ഞു നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അഭിനന്ദിക്കാൻ എത്തിയത് നമ്മുടെ സെറ്റില്. ഞാൻ ചെന്നിരുന്നു. പ്രിൻസ് കണ്ടതിന് പിറ്റേ ദിവസം തന്നെ പോയി ദിലീപേട്ടനെ കണ്ടു. ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു. നേരിൽ തന്നെ പറയാനും തോന്നി. ഈ സിനിമയിൽ എങ്ങനെ ഉണ്ടായിരുന്നു പുതിയ നായകന്റെ കൂടെയുള്ള എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? നായകൻ അടിപൊളിയാണ്. നായകനുമായിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. രഞ്ജിത്തുമായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാൻ. ഞങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ പോയി ചേട്ടാന്നൊക്കെ വിളിച്ചു, ഒന്ന് ബഹുമാനിക്കാനൊക്കെ വിചാരിച്ചു. അപ്പൊ തന്നെ രഞ്ജിത്ത് പറഞ്ഞു അങ്ങനെ ഒന്നും വിളിക്കണേ, രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ പിന്നെ ഡാൻസ് പ്രാക്ടീസ്, പിന്നെ ഷൂട്ട്, പ്രൊമോഷൻസ്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കമ്പനി ആയത് പ്രൊമോഷൻ ടൈമിലാണ്. സോ അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇറങ്ങിയ സിനിമകളിൽ രഞ്ജിത്തിന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു? സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോളമാണ്. പക്ഷെ രഞ്ജിത്തിന്റെ പേഴ്സണൽ പെർഫോമൻസ് വൈസ് എനിക്ക് ഖൽബാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ എനിക്ക് തോന്നുന്നു പേഴ്സണലി സിനിമ യു കെ ഒക്കെ വെച്ചിട്ട് രഞ്ജിത്തിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അതായിട്ടാണ് തോന്നുന്നത്.